സർവ്വതയും നാഥായിരിക്കും. അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിനും കരുത്തുള്ളവരാവുകയും സാധാരണ കുടികതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും സമാധാനത്തിന്റെ വിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുകയും സർവോപരി ദുഷ്ടന്റെ ജയിക്കുന്ന കൂരമ്പുകളെ കേൾക്കുന്നതിന് നിങ്ങളെ ശക്തരാകുന്ന വിശ്വാസത്തിന്റെ പരിധി എടുക്കുകയും രക്ഷയുടെ പണത്തൊക്കെ അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുകയും. പ്രകാശവും സകലത്തിനെയും ജീവനുമായ മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച് അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 33 വരെയുള്ള തിരുവചനങ്ങൾ. നാം വലിയവരാകലും മറ്റുള്ളവരുടെ ആവശ്യവും അവസരവുമായ അവരുടെ ഹൃദയങ്ങളിൽ ശേഖരിക്കുമ്പോഴാണ്. അവർ പിന്നീട് കപ്പറാമിലെ അവർ വീട്ടിലായിരിക്കുമ്പോൾ അവർ ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. കാരണം തങ്ങൾ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് ശിഷ്യന്മാർ തർക്കിച്ചത്. അവൻ എഴുന്നേറ്റ് 12 പേരെയും വിളിച്ചാലും ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനവരും എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കണം. അവൻ ഒരു ശിഷ്യനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി അവൻ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കണം, എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കണം, എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്.
അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധനയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയുള്ള വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസത്തോടുകൂടി അവരുടെ അപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മെ സ്വീകരിക്കുന്ന അവിടുത്തെ കാലം നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
എഫ്രൈം നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമനക്കുട്ടൻ നീ. നിന്നോടുള്ള സ്നേഹം അവർണ്ണനീയം, നിന്നോർമ്മ എന്നുള്ളിൽ അചഞ്ചലവും. എഫ്രൈം നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമനക്കുട്ടൻ നീ. നിന്നോടുള്ള സ്നേഹം അവർണ്ണനീയം, നിന്നോർമ്മ എന്നുള്ളിൽ അചഞ്ചലവും. എന്നിൽ നിന്നും നീ അകന്നുപോയി, എൻ പാത വിട്ടു നീ ദൂരത്തായി. എങ്കിലും മകനേ കാരുണ്യമോടെ തുടിക്കുമെൻ ഹൃദയം നിനക്കു വേണ്ടി. എങ്കിലും മകനേ കാരുണ്യമോടെ തുടിക്കുമെൻ ഹൃദയം നിനക്കു വേണ്ടി. എഫ്രൈം നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമനക്കുട്ടൻ നീ. നിന്നോടുള്ള സ്നേഹം അവർണ്ണനീയം, നിന്നോർമ്മ എന്നുള്ളിൽ അചഞ്ചലവും. ഇപ്പോൾ